നിയമസഭയിൽ വെച്ച് എം വി രാഘവനെ ആക്രമിക്കുകയൊക്കെ ചെയ്തിരുന്നു. കോടിയേരി ബാലകൃഷ്ണൻ, ടി കെ രാമകൃഷ്ണനൊക്കെ ചവിട്ടുകയൊക്കെ ചെയ്തതായിട്ട് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പറയുന്നു. ഇവരൊക്കെ എം വി രാഘവൻ തന്നെ വളർത്തിവിട്ട വിഷപ്പാമ്പുകളാണ്. എം വി രാഘവന്റെ ഡയറക്റ്റ് ശിഷ്യന്മാരാണ് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും. ഇവരെ അടി പഠിപ്പിച്ചത് എം വി രാഘവനാണ്. രാഘവൻ ഒരിക്കൽ അരൂർ ജംഗ്ഷനിൽ CITUവും INTUCയും തമ്മിൽ അടി നടക്കുന്നു. അപ്പോൾ ജംഗ്ഷനിലെ അടി റോഡിലേക്കായി മാറി രണ്ടു വശത്തും ട്രാഫിക് നിന്നുപോയി. ഇവർ പൊരിഞ്ഞ അടിയാണ്. എറണാകുളത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു ഫാസ്റ്റ് പാസഞ്ചറിൽ നിന്ന് ഒരു മനുഷ്യൻ ഇറങ്ങുന്നു. അയാൾ INTUCക്കാരെ തല്ലുന്നു. അപ്പോൾ INTUC അന്തം വിട്ടു. ഇവന് പുറത്തുനിന്ന് ഒരാൾ യൂണിഫോം ഇല്ലാതെ എം വി രാഘവൻ. അപ്പോൾ ഉടനെ INTUC തല്ലി നിർത്തി, CITU തല്ലി നിർത്തി. രാഘവൻ പറഞ്ഞു, എൻ്റെ ആൾക്കാരെ തൊട്ട് ഞാൻ കത്തി കയറ്റി കളയുമെന്ന് പറഞ്ഞ് രാഘവൻ അവിടെ ഒരു നടത്തി. അപ്പോൾ INTUCക്കാർ തന്നെ പറഞ്ഞു, പുള്ളി MLA ആണ്, സാർ പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ടത്. അത് ഞങ്ങൾ തമ്മിലുള്ള കശപിശ, സാറെന്തിനെ നിലനിർത്തും, കശപിശയ്ക്ക് ശരി, പക്ഷേ കൈവയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒറ്റയ്ക്ക് പെർഫോം ചെയ്യുന്ന ആളാണ് എം വി രാഘവൻ. അല്ല, അതുകൊണ്ടാണ് പുള്ളിക്ക് പിടിച്ചിരിക്കാൻ പറ്റിയത്. കണ്ണൂർ അല്ലെങ്കിൽ എങ്ങനെ പിടിച്ചു നിൽക്കാനാണ് എം വി രാഘവൻ. അപ്പം ഇവരൊക്കെ ഈ തല്ല് പഠിപ്പിച്ചത് എം വി രാഘവനാണ്. എം വി രാഘവനോട് എതിർത്ത് നിൽക്കാനായിട്ട് കോൺഗ്രസ്സിൽ അന്ന് N രാമകൃഷ്ണൻ അങ്ങേരാണ് നിന്നത്. പിന്നെ അതിനും താഴെയാണ് K സുധാകരൻ നിന്ന്. ഇതിപ്പം K സുധാകരൻ അതിൻ്റെ ഹീറോ ആയിട്ട് അറിയപ്പെടുന്നു. കാരണം N രാമകൃഷ്ണൻ വളരെ നേരത്തെ മരിച്ചുപോയി. അല്ലെങ്കിൽ N രാമകൃഷ്ണനാണ് ശരിക്കും കോൺഗ്രസിൻ്റെ ആൾക്കാരെ കൊണ്ട് ഇവരെ തിരിച്ച് തല്ലിക്കാനും കോൺഗ്രസിനൊരു മേൽവിലാസം ഉണ്ടാക്കാനും ഒക്കെ സാധിച്ചത്. എം വി രാഘവൻ തല്ലുകാരനായിരുന്നു, പിണറായി വിജയൻ തല്ലുകാരനായിരുന്നു, കോടിയേരി ബാലകൃഷ്ണൻ തല്ലും, ഇപ്പുറത്ത് N രാമകൃഷ്ണൻ തല്ലും, K സുധാകരൻ തല്ലും.